ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് ഫിറ്റിങ്സുകളും അതിൻ്റെ തന്നെ സാഡിലുകൾ, അതിൻ്റെ തന്നെ റെഡ്യൂസറുകൾ, എയർ കോള്, അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസും, അതായത് അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും. ഇതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാഡിലാണ് വന്നിരിക്കുന്നത്. സാഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭിത്തിയും വെച്ചിട്ട് പൈപ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതേപോലെ പൈപ്പ് നമ്മൾ ഏതാണോ വരുന്നത് 2 ഇഞ്ച് പൈപ്പിൻ്റെയാണ് ഇപ്പോൾ ഈ സാഡിൽ വന്നിരിക്കുന്നത്. അതായത് 63 mm പൈപ്പിൻ്റെ സാഡിലാണത്. അത് 2 ആണി വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണി വെച്ചിട്ട് നമ്മൾ ഭിത്തിയും ഉറപ്പിക്കുന്നത്. ഇത് 1 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. അതായത് 32 mm വരുന്ന 1 ഇഞ്ച് പൈപ്പിൻ്റെയാണ് വരുന്നത്. അത് സാഡിലുകളെല്ലാം തന്നെ, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ സാഡിലുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈനേജ് പൈപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 ഇഞ്ച് സാഡിൽ, അതായത് ക്ലോസറ്റ് ലൈനിൽ നിന്ന് ഔട്ട് നമ്മുടെ സെപ്റ്റിക്കിലേക്കൊക്കെ പോകുന്ന പൈപ്പ് നമ്മൾ ഭിത്തിയും അടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഏറ് പൊക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 4 ഇഞ്ച് സാഡിൻ്റെ 4 ഇഞ്ച് പൈപ്പിൻ്റെ സാഡിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മൾ പൈപ്പുകൾ. വലിയ പൈപ്പിൽ നിന്ന് ചെറിയ പൈപ്പിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1 ഇഞ്ച് പൈപ്പ് നമുക്ക് എടുക്കണമെങ്കിൽ ഈ റെഡ്യൂസർ നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിൻ്റെ കറക്റ്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 1.5 ഇഞ്ച് പൈപ്പ് എന്ന് പറയുമ്പോൾ 50 mm നിന്ന് നമുക്ക് 32 mm എന്ന് പറയുന്ന പൈപ്പിലേക്ക് നമുക്ക് വെള്ളം ഷോർട്ട് ചെയ്തെടുക്കുന്നതിന്, അതായത് ജസ്റ്റ് മെയിൻ ലൈനിൽ നിന്നും അല്ലെങ്കിൽ ചെറിയത് റെഡ്യൂസ് ചെയ്ത് വരുന്നതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത്. അതിൻ്റെ പേര് റെഡ്യൂസർ എന്നാണ്. അതായത് 1.5ക്ക് 1 റെഡ്യൂസറാണ്. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഫിറ്റിങ്സിലും. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ഫിറ്റിങ്സിൻ്റെ അകത്താണ് ഉദ്ദേശിക്കുന്ന ബുഷ്. ഇത് സെയിം തന്നെയാണ്. അതായത് 1.5ക്ക് 1 തന്നെ ബുഷാണ് വരുന്നത്. നേരത്തെ കണ്ടത് റെഡ്യൂസറാണ്, ഇത് ബുഷാണ് വരുന്നത്. ബുഷ് എന്ന് പറയുന്ന ഒരു ഫിറ്റിങ്സിൻ്റെ അകത്തേക്ക് കയറി ഫുള്ളായിട്ടിരിക്കും. മറ്റേ റെഡ്യൂസർ ആകുമ്പോൾ ഓൾറെഡി പ്രൊജക്ഷൻ ഉണ്ടാവും. ബുഷ് ആവുന്ന സമയത്ത് ഒട്ടും പ്രൊജക്ഷൻ ഉണ്ടാവില്ല, ഫിറ്റിങ്സിൻ്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. സെയിം തന്നെയാണ് വരുന്നത്. ഈ റെഡ്യൂസറിനും ബുഷും എവിടെയാണോ നമുക്ക് സൂട്ടബിളായിട്ട് രീതി നമുക്ക് ഉപയോഗിക്കാം. ഫിറ്റിങ്സ് അധികം പ്രൊജക്റ്റ് ചെയ്ത് വരണമെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ബുഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എൻഡ് ക്യാപ്പാണ് വരുന്നത്. അതായത് നമ്മൾ പൈപ്പുകൾ ഏറ്റവും അവസാനം നമുക്ക് എവിടെയെങ്കിലും അടച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ക്യാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വെള്ളം എവിടെയെങ്കിലും ക്ലോസ് ചെയ്ത് ഭാവിയിൽ എടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പാണ്. അതായത് 63 mm കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 1 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പാണ് വരുന്നത്. 1 ഇഞ്ചിൻ്റെ 32 mm എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കേട്ടോ 32 mm എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ചാണ്. ഇനി വരുന്നതെന്ന് വെച്ചാൽ 3/4 ഇഞ്ച് എന്ന് വെച്ചാൽ 25 mm എന്ന് പറയുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ് പ്ലംബിങ്ങിൽ വരുന്നത്. അതായത് 25 mm പറയുന്നത് 3/4 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡിങ്. അതുപോലെ തന്നെ ബുഷ് വരുന്നുണ്ട്, റെഡ്യൂസർ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ കൗൾ സിസ്റ്റമാണ്. എയർ കൗൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ കാര്യങ്ങളൊക്കെ പുറത്ത് റിലീസ് ചെയ്താൻ വേണ്ടിയിട്ടാണ്. അതായത് 4 ഇഞ്ചിൻ്റെ എയർ റിലീസ് ചെയ്യാൻ വേണ്ടി എയർ കൗളാണ് ഈ കാണിക്കുന്നത്. എയർ കൗളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എയർ കൗൾ നമ്മൾ കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, ക്ലോസറ്റിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിന് എയറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ എയർ കൗൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എയർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഉപയോഗിക്കുന്ന എയർ കൗളെങ്കിൽ ഭാവിയിൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മെറ്റൽ വരുന്ന എയർ കൗൾ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ അതിലൂടെ പൊടിഞ്ഞു പോകുന്നതിൻ്റെ പിന്നാലെ തന്നെ അതിൽ നിന്ന് കൊതുക് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പല മെറ്റീരിയലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും, എല്ലാത്തിൻ്റെയും പേര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.